ഇവിടാരും ഇല്ലേ? ഇവിടാരും ഇല്ലേ? വിഷ്ണുവോ? അല്ല, പരമേശ്വരൻ. അയാളകത്തുണ്ടോ? ഉണ്ടടാ. നീ ഇപ്പൊ എന്തിനാടാ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അമ്മ പറഞ്ഞു രൂപ വാങ്ങിച്ചോണ്ടല്ലേ. രൂപയോ? നിന്റെ അമ്മ എന്റെ രൂപ വെച്ചിട്ടുണ്ടോ? എനിക്കറിയാൻ പാടില്ല. നിനക്ക് അമ്മയ്ക്ക് രൂപ തെറ്റിയാണോ ജോലി? അത് അമ്മയുടെ നീ ചോദിക്കണം. ഏതായാലും നീ അകത്തോട്ട് കയറി ഇരിക്കുക. ഇല്ല, ഈ മുടിഞ്ഞ വീടിനകത്ത് ഞാൻ കയറില്ല. കാരണത്തിൽ അടി വെച്ചിട്ടുണ്ടോ? പിന്നെ അവനെ അടിക്കും. അടിച്ചാ അടിച്ചാ പിന്നെ എന്നെ കൊല്ലേണ്ടി വരും. ഒരു 50 രൂപ. എന്റെ എവിടെ രൂപ? പിന്നെ നിനക്ക് കിട്ടുന്ന രൂപയൊക്കെ നീ തോന്നുന്നു. അത് ഞാൻ വീട്ടിലേക്ക് അയച്ചു പോയി. നീ ആ തലകറച്ചിലൊന്ന് പറഞ്ഞേക്കാനാ. ഒരു 25 രൂപ എങ്ങോട്ട്? എന്റെ ഇല്ലെന്നേ, ഉണ്ടെങ്കിൽ തരില്ലേ? ശരി, നാളെ അക്കച്ചനോട് തന്നെ ചോദിച്ചു നോക്കാം. ആ ചെറുക്കൻ രണ്ടും കൽപ്പിച്ചു വന്നിരിക്കുന്നവനെ. എന്നിട്ട് അയാൾ എപ്പോ തിരിച്ചു വന്നു? ഒന്നും മറക്കണ്ട. ബക്കച്ചൻ രൂപ തന്നില്ല. ചെറുക്കനെ ക്യാമ്പിരുത്തേക്ക. നീ കുറച്ച് രൂപ നോക്കുള്ളൂ, അല്ലാതെ പോവില്ല. എന്റെ ഇല്ലാതെ ഞാൻ എങ്ങനെ തരാനാ? നീ നോക്ക്, കാണും. ഇതാകെയുള്ള ഇതാണ്. 7 രൂപ. വേറെ പൈസ ഒന്നുമില്ല. ഇല്ല. എന്റെ പെട്ടിയുടെ താക്കോലോടെ. എന്തിനാ? എന്റെ പെട്ടി താക്കോൽ ഞാൻ തരില്ല. രൂപയില്ല, പിന്നെ താക്കോലുണ്ട്. രൂപയില്ല, ഞാനല്ലേ പറഞ്ഞത്. ഞാൻ തരില്ല. എന്റെ പെട്ടി തുറക്കരുത്. തുറക്കരുതെന്നാ പറഞ്ഞത്. അയ്യോ, അതെടുക്കരുത്. സുമതിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. വരുന്ന മാസം അവിടെ കല്യാണമാ. ഈശ്വരനെ വിചാരിച്ചത് കൊണ്ടുപോകരുത്. വരുന്ന മാസത്തിലല്ലേ കല്യാണം? അപ്പോൾ ഞാൻ എടുത്തു തരാം. വേണ്ട. ഇത് വിൽക്കാനൊന്നും പോകുന്നില്ലെന്ന് തൽക്കാലം മണം വെച്ച് ചെറുക്കനെന്ന് പറഞ്ഞേ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊന്നിട്ട് കൊണ്ടേക്കുള്ളൂ. തനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അസുഖമോ? ഇല്ല. സ്ത്രീകളെ കാണുമ്പോ? അത് എന്റെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് സാർ. കാര്യം? സ്ത്രീകൾക്കെല്ലാം എന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് പറഞ്ഞുണ്ടാക്കുന്നതാണ് സാർ. എല്ലാ സ്ത്രീകൾക്കും നിന്നോട് ഇഷ്ടം തോന്നാൻ കാര്യം? അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയും. കൈ കാശില്ലെങ്കിലും എന്നോട് പറയൂ, വേറെ ആരോടും പറയാറില്ല. പറഞ്ഞാൽ ഞാനോട് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ആവുമ്പോ നാടകത്തിൽ നിന്ന് കിട്ടുന്ന പണം തികയാതെ വരുമല്ലോ. വരും സാർ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് പൈസ വരുത്താറുണ്ട്. വീട്ടിൽ നല്ല സൗകര്യമുണ്ട്. പിന്നെ കലയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചതാ. ചുരുക്കി പറഞ്ഞ താൻ നടികളുടെ ഒരു കറവ പശുവാണ് അല്ലേ? ഇതൊക്കെയല്ലേ സാർ ഒരു മനുഷ്യത്വം. രോഹിണിയുടെ കാര്യത്തിലും ഈ മനുഷ്യത്വം കാണിക്കാറുണ്ടോ? അതുകൊണ്ടല്ലേ സാർ അയ്യപ്പനോട് ഈ വഴക്ക്? അയ്യപ്പനുമായിട്ട് സാധാരണ വഴക്കുണ്ടാകാറുണ്ടോ? കൊള്ളാം, എത്ര പ്രാവശ്യം. പക്ഷെ ഞാനൊന്നും വഹിക്കാറില്ല സാറേ. എനിക്ക് ആ കുട്ടിയോട് സ്നേഹമുണ്ട്, ആ കുട്ടിക്ക് എന്നോടും. ഇനി ഒരു സത്യം കൂടെ പറഞ്ഞാൽ മതി. അയ്യപ്പൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അതോ കൊന്നോ? അയ്യോ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ സാർ. ചാരായ ഷാപ്പിച്ച് വഴക്കുണ്ടായതിനു ശേഷം അയ്യപ്പനെ ഞാൻ കണ്ടിട്ടേയില്ല. അതെന്നായിരുന്നു? അതിന്റെ പിറ്റേന്ന് മുതലാണ് അയ്യപ്പനെ കാണാതായത്. വഴക്കുണ്ടാകാൻ കാരണം? അത് ഞാൻ പറയണോ സാർ? പറയണം. എനിക്ക് അത്താഴത്തിന് മുമ്പ് ശകലം കഴിക്കുന്ന ശീലമുണ്ട്. നീ ഇതുവരെ പോയില്ലേ? തന്തപ്പടി വരെ പോകാൻ പറ്റൂ? നീ ഇവിടെ തന്നെ നിന്നോ, ഞാനിപ്പോ രൂപ കൊണ്ട് ഉടനെ വരാം എന്ന് പറഞ്ഞ് പോയതാ. എന്നാ നീ ഇവിടെ കുറെ ഇരിക്കേയുള്ളൂ. എന്റെ പൊന്നു വിഷ്ണു, വേറെ ആരെ മനസ്സിലാക്കിയില്ലെങ്കിലും സ്വന്തം തന്റെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും വേണ്ടേ? അയാളിന് വരാനൊന്നും പോകുന്നില്ല. അയാൾ അപ്പോഴേ തോന്നി വഴിക്ക് പോയി കാണും. വെറുതെ നോക്കിയിരിക്കണ്ട, അയാൾ വരത്തില്ല എന്ന് അപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞതാ. പിന്നെ സ്വന്തം തന്തയല്ലേ, കാത്തിരിക്കാതിരിക്കാൻ പറ്റുമോ? അത് മക്കളോട് സ്നേഹമുള്ള എന്തായിരിക്കണ്ടേ? വിഷ്ണു, നേരങ്ങളാതെ വീട്ടിൽ പോകും. വീട്ടിൽ പോകണമെങ്കിലേ വണ്ടിക്കൂലിക്ക് പൈസ വേണ്ടേ? അപ്പൊ അതുമില്ലേ? ഇത് മതിയോ? ഒപ്പിക്കാം.
ആ വാല ഉണ്ടോ ഇവിടെ? ആ വായ നോക്കി അതെങ്ങാണ്ടുണ്ട്. ആഹാ, നീ ഇവിടെ ഉണ്ടോ? ദാ, എന്റെ മോൻ നിന്റെ ആരാ? ആശാങ്ങോട്ടിരുന്നേ. ദാ, എന്റെ മോൻ നിന്റെ ആരാണ്? ഓ അയ്യപ്പന്റെ മോൻ. ഇതുകൊണ്ട് പിടിച്ചേ. എന്റെ ഭാര്യയോ? ഓ ഇതുകൊണ്ട് പിടിക്കാൻ. ദാ, എന്റെ ഭാര്യയോ? അയ്യപ്പന്റെ ഭാര്യ അല്ല പിന്നെ എന്റെ ഭാര്യ. ഏപ്പാളി, എന്തിനാടാ നീ എന്റെ മോന് വണ്ടി കൂലിയും കൊടുത്ത് പറഞ്ഞയച്ചത്? അവൻ നിന്ന് കാല് കിടക്കണ്ടെന്ന് ചോദിച്ചു ഞാൻ ചെയ്തില്ലയോ. ദാ, ഞാൻ രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടല്ലടാ അവൻ അവിടെ നിന്നത്. എന്നിട്ട് ഞാൻ മൂന്നിടത്ത് പൊങ്ങാത്തവനാണ്, മക്കളോട് സ്നേഹമില്ലാത്തവനാണെന്നൊക്കെ നീ ആ ചെല്ലപ്പനോട് നിന്നോട് പറഞ്ഞില്ലടാ. നീ പറഞ്ഞടാ അത്. അത് ഞാൻ ഒരു സ്റ്റൈൽ ഒപ്പിച്ച് പറഞ്ഞല്ലേ സാർ. നിന്റെ അമ്മയുടെ ശൈലി. അയ്യപ്പ വല്ലാണ്ട് കുടിച്ചുണ്ട്. ആ കുടിത്തന്നെ എന്റെ വയസ്സ് കൊടുത്താടാ. നീ എന്നോ നിന്നെ കണ്ടോളാ. നീ ഇപ്പൊ പോ. അതിനുശേഷം നിങ്ങൾ ഏറ്റുമുട്ടിയത് എവിടെ വെച്ചാണ്? ഏറ്റുമുട്ടല്ലോ? അയ്യപ്പൻ വരുന്ന വഴിയിൽ നിങ്ങൾ ആയുധവുമായിട്ട് കാത്തു നിന്നോ അതോ? ഏറ്റുമുട്ടലൊന്നും ഉണ്ടായിട്ടില്ല സാർ. നിങ്ങളെ തല്ലിയതിന് നിങ്ങൾ പകരം ചോദിച്ചില്ലേ? കുടിച്ച് ബോധമില്ലാത്തവൻ. ഞാൻ അത്ര കാര്യമാക്കിയില്ല. നേരെ ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചു. ഏത് ഹോട്ടലിൽ? ഹോട്ടൽ എവറസ്റ്റ്. പതിവായി ഞാൻ അവിടെ നിന്ന് ഊണ് കഴിക്കാറുള്ളത്. ഊണ് കഴിച്ചിട്ട് എന്ത് ചെയ്തു? നേരെ ക്യാമ്പിലേക്ക് പോന്നു. ക്യാമ്പിൽ എത്ര മണിക്കെത്തി? ഒരു 10-10:30 കാണും. എന്നിട്ട് നിങ്ങൾ ആയുധവും എടുത്ത് വെളിയിൽ പോയി അല്ലേ? അയ്യോ ഇല്ല സാർ, ഞാനൊന്നും പോയില്ല. നിങ്ങൾ ഇവിടെ വന്നത് ക്യാമ്പിലുള്ളവർ ആരെങ്കിലും കണ്ടോ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. വന്ന വഴി പാവടിച്ചോട് തുടങ്ങിപ്പോയി. നിങ്ങൾ വലിയ പണക്കാരാണെന്നല്ലേ പറഞ്ഞത്? വീട്ടിൽ കുറെ സ്വത്തൊക്കെ ഉണ്ട്. അപ്പോ നല്ല സ്വാധീന ശക്തിയുണ്ട് അല്ലേ? എനിക്ക് ധാരാളം ബന്ധുക്കളുണ്ട്. ശരി, പോക്കോ. അയ്യപ്പന്റെ ശവം എവിടെ ഇട്ടിരിക്കുന്നു? അയ്യോ എനിക്കറിയില്ല സാർ. ചായ ഷാപ്പിൽ നിന്ന് കഴിഞ്ഞത് പിന്നെ അയ്യപ്പനെ ഇന്നുവരെ കണ്ടിട്ടില്ല. ചെല്ലപ്പൻ, നീ ഇവിടെ തന്നെ അല്ലേ താമസം? അതെ സർ. അന്ന് ബാലഗോപാൽ വിഷ്ണുവിന് വണ്ടിക്കൂലി കൊടുത്തു വിട്ടല്ലോ. അതിനുശേഷം അയ്യപ്പൻ ഇവിടെ വന്നിരുന്നോ? ആ വന്നിരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്നിരുന്നു. ചെറുക്കൻ എന്തിയെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ബാലഗോപാലൻ പറഞ്ഞു വിട്ടെന്ന്. ഉടനെ ബാലഗോപാലിനെ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. അന്ന് രാത്രി ബാലഗോപാൽ ക്യാമ്പിൽ വന്നപ്പോ ചെല്ലപ്പൻ ഇവിടെ ഉണ്ടായിരുന്നോ? അയാൾ എപ്പോഴാണ് വന്നതെന്ന് എനിക്കറിയില്ല സർ. ഞാനന്ന് ഒരു 9 മണിയോടെ ഉറങ്ങാൻ കിടന്നു. അയ്യപ്പനെ കാണാതായതിനെ കുറിച്ച് ചെല്ലപ്പൻ എന്തെങ്കിലും പറയാനുണ്ടോ? അയാൾ തിരിച്ചു വരുമെന്ന് തന്നെയാണ് സർ എന്റെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കാനുള്ള ന്യായം? ഇതിനു മുൻപ് ഒരിക്കൽ ഇവിടെ നിന്ന് പിണങ്ങിപ്പോയി. കുറെ കാലത്തേക്ക് യാതൊരു വിവരമില്ലായിരുന്നു. ഒരു ദിവസം ഓർക്കാപ്പുറത്ത് കയറി വന്നു. ഇപ്രാവശ്യവും പിണങ്ങിയാണോ പോയത്? പുള്ളിക്കാരന് പോകാൻ അങ്ങനെ പിണക്കമൊന്നും വേണമെന്നില്ല. എവിടെ നിന്നെങ്കിലും കുറെ രൂപ കിട്ടി കാണും. എന്നാ ഒന്ന് സർക്കിറ്റ് അടിച്ചേക്കാമെന്ന് കരുതിയിരിക്കും. ഏതെങ്കിലും ഒരു പെണ്ണും കാണും. പുതിയ ഏതെങ്കിലും പെണ്ണുമായിട്ട് അയ്യപ്പന് ബന്ധമുള്ള വിവരം ചെല്ലപ്പൻ അറിയാവോ? എനിക്കതൊന്നും അറിയില്ല സർ. ഞാൻ അയാളുടെ സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ. ഓരോരുത്തന്മാർ എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കും. അതിന്റെ ബുദ്ധിമുട്ട് നമുക്കും. എന്തൊരു ബോർ ഏർപ്പാടാണിത്. ഗുഡ് മോർണിംഗ് സാർ. സാർ ഇവിടെ നിന്ന് ബോറടിച്ചായിരിക്കും അല്ലേ? അവരവരുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ നോക്കുമോ? ചായ എടുത്തിട്ടെ സാർ? എഴുന്നേക്കടാ. നിന്നോട് ഇരിക്കാൻ പറഞ്ഞു? ഇല്ല. പിന്നെ ഇരുന്നതോ? കസേര കണ്ടതുകൊണ്ട് ഇരുന്ന് പോയതാണ്. കസേര കണ്ടാ നീ അപ്പ ഇരിക്കുമല്ലടാ? സാധാരണ എങ്ങനെയാണ്. എന്നാ ഇരിക്കും. വേണ്ട സാർ, നിന്നോളാം. ഇരിക്കാൻ പറഞ്ഞ ഇരുന്നോളാം. ഇല്ലടാ. നീ വലിയ കോമഡിയനാണ് അല്ലടാ? അല്ല സാർ, എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് കരയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴും എന്തെങ്കിലും വിഡ്ഢിത്തങ്ങൾ കാണിക്കുകയോ പറയുകയോ ചെയ്ത് സ്വയം ചിരിക്കാൻ നോക്കും. കരയാൻ മാത്രം നിന്റെ വീട്ടിലെന്താ കാര്യം? അച്ഛന് പ്രാന്താണ്, അമ്മയ്ക്ക് വാദം, മൂത്ത പെങ്ങൾ ഒളിച്ചോടിപ്പോയി, ഇളയ പിള്ളേരെ പഠിപ്പിക്കാൻ കാശില്ല. ചിരിക്കാതിരിക്കാൻ പറ്റുമോ സാർ? ആ പോട്ടെ, സാരമില്ല. അയ്യപ്പൻ എവിടെ പോയിരിക്കുക? എങ്ങും പോയതല്ല സാർ, അയ്യപ്പനെ കൊന്നതാണ്. കൊന്നതോ? ആര്? ദൈവം, അല്ലാതാര്? അവൻ ഈ ഭൂമിക്കൊരു ഭാരമാണ്. ആ രോഹിണിയെ കണ്ണീര് കുടിപ്പിക്കുന്ന കാണുമ്പോ അവനെ കുത്തിക്കൊന്നു കളഞ്ഞാൽ എന്തെന്ന് എനിക്ക് വരെ തോന്നിയിട്ടുണ്ട്. അപ്പൊ താൻ പറയുന്നത് അയ്യപ്പൻ ജീവിച്ചിരിപ്പില്ലെന്നാണോ?
സാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അന്യരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി അവൻ വരാതിരിക്കില്ല. ഒളിച്ചിരുന്നാ നടക്കും സാർ. അയ്യപ്പനെ അവന്റെ മകൻ തന്നെ കൊന്നിട്ടുണ്ടെന്നാണ് എന്റെ ബലമായ സംശയം. ആ ചെറുക്കനൊരു മഹാപെശക. സാക്ഷാൽ തന്തക്കാലൻ എന്ന് പറഞ്ഞാൽ അവനാ ആ വിഷ്ണു. അങ്ങനെ തോന്നാൻ കാരണം? അയ്യപ്പനെ കാണാതായ ദിവസം അവനിവിടെ വന്നിരുന്നു. ഇതെന്റെ അവസാനത്തെ വരവാണ്, ഇനി തന്തയോട് പണം ചോദിക്കാൻ ഞാൻ വരില്ല എന്നവൻ തീർത്ത് പറഞ്ഞു. അപ്പോഴേ എനിക്ക് സംശയം തോന്നി, ഇവൻ തട്ടും. സാറ് സംശയിക്കണ്ട, അയ്യപ്പനെ ആ വിഷ്ണു തട്ടിക്കളഞ്ഞിട്ടുണ്ട്. രണ്ടും ദൈവനാമങ്ങൾ, അയ്യപ്പനും വിഷ്ണു. സാർ, യെസ്, കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്ത്രീ ആദ്യം കൊണ്ടുവരൂ. യെസ് സാർ. വരൂ. വാടാ മോനെ. വേണ്ട, നിങ്ങൾ വന്നാ മതി. അപ്പൊ ഇവനോ? അമ്മ പോയിട്ട് വരണം, എന്നെ ആരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അയ്യപ്പന്റെ ഭാര്യയാണല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? അതെന്താ? ആ മനുഷ്യൻ നാടൊട്ടുക്ക് ഭാര്യമാരല്ലേ? കൂട്ടത്തിൽ നിങ്ങൾ ഒരു ഭാര്യ അല്ലേ? ഓ, കൂട്ടുഭാര്യയാണേ. എന്റെ ദൈവമേ, ഇങ്ങനൊരു വിധി ആർക്കും വരുത്തല്ലേ. ബീഡി വലിച്ച് തള്ളുന്ന പോലെ അയാൾക്ക് പെണ്ണുങ്ങള്. അയാൾ ഇത്രക്കാരനാണെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇപ്പോഴിതാ കാണാനില്ലാന്ന് പറയുന്നു. അതറിഞ്ഞപ്പോ അതിലേറെ വിഷമം. അയാൾ എവിടെ പോയെന്ന് വല്ല വിവരമുണ്ടോ? എങ്ങനെ അറിയും? അങ്ങോട്ട് തിരിഞ്ഞ് കയറുകയില്ലല്ലോ. വല്ലപ്പോഴും ചെറുക്കനെ പറഞ്ഞയച്ചാൽ വല്ലതും കൊടുത്തു വിടും. ഈ പ്രാവശ്യം അവൻ ചെന്നപ്പോ അവനെ പറഞ്ഞു പറ്റിച്ച് ഒളിച്ചു കളഞ്ഞു. അവൻ പിന്നെ വീട്ടിൽ വന്ന് പിറ്റേ ദിവസമാ. രാത്രിയിൽ എവിടെയായിരുന്നു ചോദിച്ചില്ലേ? നല്ല ചേലായി. അവൻ നേരും ചൊവ്വും പറയുമോ? തന്തയുടെ മോനല്ലേ, മനസ്സുളർത്തേക്ക് പോയെന്ന് പറഞ്ഞു. ഇനി എന്തായാലും രൂപയ്ക്ക് വേണ്ടി തന്തയടത്തേക്ക് പോകുന്ന ഏർപ്പാടെന്നും പറഞ്ഞ് മാറിക്കിടന്ന് ഒറ്റ ഉറക്കം. കാണാനില്ലെന്നറിഞ്ഞപ്പോ അവൻ എന്തു പറഞ്ഞു? ദൈവാധീനം, ശല്യം ഒഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ പറയാൻ ഒക്കോ സാറേ? കാലനാണെങ്കിലും കല്യാണം കഴിച്ചവനായി പോയില്ലേ. എന്തായി സാറേ, വല്ല അറിവുണ്ടോ? വല്ല പെണ്ണുങ്ങളെയും കൊണ്ട് സ്ഥലം കിട്ടുമെന്നാ എന്റെ മനസ്സ് പറയണം. വാ വാ. ആ ചെറുക്കനോട് വരാൻ പറ. യെസ് സാർ. കണ്ടു കിട്ടുകയാണെങ്കിൽ എന്നെ കൂടി ഒന്ന് അറിയിക്കണേ സാറന്മാരെ. നിങ്ങൾ ഇവിടെ ഇരിക്കൂ, നീ വാടാ. മോനെ, അവരതൊക്കെ ചോദിക്കും. അബദ്ധം പറഞ്ഞ് പിടിപ്പിച്ചു കളയരുത്. നീ ഇതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോടാ? ഉണ്ട്. എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. എന്തായിരുന്നു കേസ്? എല്ലാം അടിപിടിയാ. എന്നെ കാണുമ്പോ ചിലക്ക് തല്ലാൻ തോന്നും, ഞാനും തല്ലും. അവസാനം കേസുണ്ടോ വിലക്കിരി. അപ്പോ ജയിലിൽ പോകാൻ മടിയില്ല? മടിക്കുന്ന എന്തിനാ? ശിക്ഷിച്ചിട്ടല്ലേ. ഈ മുണ്ടം താത്തിയിട്ടെ വാ, ഒന്ന് നോക്കട്ടെ. ഇവന്റെ ഈ രേഖ കണ്ടോ? അതിന്റെ ഫലം കഴിഞ്ഞിരിക്കുന്നല്ലോ സാർ. ഒരു ചെറിയ വെട്ട് വീണിരിക്കുന്നുണ്ടോ? സംഭവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ആ വെട്ട് ശരിക്കും തെളിഞ്ഞിട്ടില്ല സാർ. ഈ രേഖ എന്തിനുള്ളതാണെന്ന് അറിയാമോടാ? കൈമടക്കാൻ. അതല്ല ചോദിച്ചത്, ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇല്ല. ഈ രേഖ കയ്യിലുള്ളവർ കൊലപാതകം ചെയ്യും. നീ അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തു കഴിഞ്ഞു. അതിന്റെ തെളിവാണിത്. എങ്കിലും സ്വന്തം അച്ഛനെ തന്നെ തട്ടിക്കളഞ്ഞുള്ള വിഷ്ണു. ഓട്ടെ, സാരമില്ല, ഞങ്ങൾ സഹായിക്കാം. ശവം എവിടെ ഇട്ടിരിക്കുന്നു? അപ്പോൾ എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല എന്നുള്ള തീർച്ചയാണ് സാർ. നീയല്ലേ കൊന്നത്? സത്യം പറയല്ലോ സാറേ, കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സൗകര്യത്തിന് കിട്ടിയില്ല. അപ്പോ നീ സത്യം പറയില്ല? ഞാനെന്തിനാ സാറേ നുണ പറയുന്നത്? സ്വന്തം അച്ഛനല്ലേ, കൊന്നെങ്കിൽ കൊന്നു പറയും. അച്ഛനോട് രൂപ വാങ്ങിക്കാൻ നാടേക്കാൻ പോയില്ലേ? എന്നിട്ട് അവസാനം അച്ഛനെയും കാത്ത് ഗേറ്റിൽ നിന്ന് എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ തന്ന ബാലവാലൻ എന്ന് പറയുന്ന ആളാ. അവിടെ നിന്ന് അങ്ങോട്ട് പോയി? നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് വീട്ടിൽ ചെന്നില്ലല്ലോ? അതങ്ങനെ ബസ് കിട്ടണ്ടേ? നീ പറയുന്ന മുഴുവൻ നുണയാണ്. ബാലഗോപാലോട് വണ്ടിക്കൂലും വാങ്ങി നീ നേരെ പട്ടഷാപ്പിലേക്കല്ലടാ പോയത്? ഞാൻ പട്ടയടിക്കാറില്ല. നീ പട്ടയടിക്കാറില്ല. അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പോയതാ. അയ്യപ്പൻ അവിടെ ഉണ്ടായിരുന്നു. നീ വഴിയിൽ കാത്തു നിന്നു. കുടിയും കഴിഞ്ഞ് ലെക്ക് കെട്ട് വരുന്ന അയ്യപ്പനെ വഴിയിൽ കാത്തു നിന്ന് നീ കുത്തി കൊന്നിട്ട് ശവ ഇവിടെ മറവ് ചെയ്തു അല്ലേടാ? എങ്കിൽ പിന്നെ എന്നെ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്തോ സാറേ? എന്തോന്ന്? എല്ലാം കണ്ടു പോലെ സാറ് പറയുന്നു. ഇനി ഞാൻ വല്ലതും പറഞ്ഞ ഇങ്ങോട്ട് യേശു അറസ്റ്റ് ചെയ്തോ സാറേ? കേസ് കോടതി വരുമ്പോ ഞാൻ കാര്യം പറഞ്ഞ് പുറത്തു പോന്നോളാം. അപ്പൊ നീ ലോ പോയിന്റ് ഒക്കെ പഠിച്ചു വന്നില്ലടാ കൊലപാതകത്തിന് ഇറങ്ങിയിരിക്കുന്നു. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാതെ ഞാൻ എന്നിട്ട് പന്നെ ഇവനെ പിടിച്ച് ലോക്കപ്പി. എന്നിട്ട് ആ സ്ത്രീയെ പറഞ്ഞേച്ചേക്ക്. അയ്യോ, എന്റെ മോനൊന്നും ചെയ്യരുതേ. ഇല്ല സാർ, അയ്യപ്പന്റെ മകനെ എനിക്ക് പരിചയമേ ഇല്ല. അയ്യപ്പൻ അന്വേഷിച്ച് ആ ദിവസം ആരും ഷാപ്പിൽ വന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ പുറത്താരെങ്കിലും വന്നു നിന്ന് പോയിട്ടുണ്ടോ? വഴക്ക് കഴിഞ്ഞ് ബാലഗോപാലൻ നിങ്ങൾ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞല്ലോ. അയ്യപ്പൻ എങ്ങോട്ട് പോയി? അയ്യപ്പൻ അവിടെ തന്നെ ഇരുന്നു. എന്നും നേരം വിളിക്കണ മുമ്പ് അവനെ ശരിപ്പെടുത്തില്ലെങ്കിൽ അയ്യപ്പനെ ഇങ്ങനെ വിളിച്ചോ. ആ വാ, നമുക്കൊന്ന് മിനിയും വാ.
ദാപ്പു വാടാ. ഇപ്പൊ തന്നെ കണക്കിലധികം കുടിച്ചിട്ടുണ്ടല്ലോ അയ്യപ്പ. ഇന്നിനി വേണോ? നാളെ പോരെ? ഞാൻ കടം പറയുമെന്ന് പേടിച്ചിട്ടായിരിക്കും അല്ലടാ. ദാ നിന്റെ ഈ ചാരാക്കിട മുഴുവൻ വിലക്ക് മേടിക്കാനുള്ള രൂപ ഈ അയ്യപ്പന്റെ കയ്യിലുണ്ട്. ഇപ്പോഴുണ്ട്, ഇന്നുണ്ട്. ദാ, നോക്കടാ. കേട്ടാ കൊണ്ടുപോടാ, കൊണ്ടുപോടാ കുപ്പി. അല്ല മനസ്സിലായില്ല. അല്ല, ഞങ്ങൾക്കും മനസ്സിലായില്ല. നമുക്ക് ശരിയൊന്നും മനസ്സിലായില്ല. ദാ 2 കുപ്പി. ഞങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ വാങ്ങിക്കണ്ട, ഞങ്ങൾ ആവശ്യത്തിന് കുടിച്ചു കഴിഞ്ഞു. ചാരായത്തിന് അളവ് വേണം, മനസ്സാണ് വേണ്ടത്. മനസ്സുണ്ടെങ്കിൽ മരിക്ക് വെള്ളം കുടിക്കാം. അതാണ് പാട്ടയുടെ ഒരു ഗുഡ് ചാൻസ്. ഏതായാലും ഞങ്ങൾക്ക് വേണ്ട. ചാരായം വേണ്ടെന്ന് പറയുന്ന മനുഷ്യരെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. നീ വേണ്ട, നിങ്ങൾ പോ. എനിക്ക് വേണം, ഞാൻ ഇനിയും കുടിക്കും. ദാപ്പു. ആ ഇറങ്ങിപ്പോയവര് എവിടെ ഉള്ളവരാണെന്ന് അപ്പൂനറിയാമോ? ഇല്ല സർ. അവർ ഇതിനു മുമ്പ് അവിടെ വന്നിട്ടുണ്ടോ? ഇല്ല സർ, അതിന് മുമ്പും വന്നിട്ടില്ല, അത് കഴിഞ്ഞും വന്നിട്ടില്ല. അയ്യപ്പൻ കുറച്ച് രൂപ വാരി പുറത്തിട്ടെന്ന് പറഞ്ഞല്ലോ. അതെ സർ. അത് എത്ര രൂപ കാണുമായിരുന്നു എന്നാണ് അപ്പുവിന്റെ ഊഹം? എത്ര രൂപ കാണുമായിരുന്നു പറയാൻ പറ്റില്ല സർ. 1-2 100 രൂപ നോട്ടുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അയ്യപ്പനെ കാണാതായതിൽ ആ ഇറങ്ങിപ്പോയവർക്ക് എന്തെങ്കിലും പങ്കുള്ളതായിട്ട് അപ്പൂന് തോന്നുന്നുണ്ടോ? അതിപ്പോ ഞാനെന്ത് പറയാനാണ് സാർ? അവരെ വീണ്ടും കണ്ടാൽ അപ്പൂന് തിരിച്ചറിയാമോ? തിരിച്ചറിയാം സർ. ആ. അയ്യപ്പൻ കുടി കഴിഞ്ഞ് അവിടെ നിന്ന് എപ്പോഴാ പോയത്? അയ്യപ്പ ഒന്ന് പോയാട്ടെ അയ്യപ്പ, എനിക്ക് കട അടക്കണം അയ്യപ്പ. എത്രയായി? 22 രൂപ 40 പൈസ. വിളിയോ, ഒരു കുപ്പി കൊണ്ടുപോകാനാ. കുപ്പി. എന്നാ ബാക്കി ബാക്കി നീ വയ്യോ, നാളെ കഴിയുമ്പം കണക്ക് തീർത്താൽ ശരി. സൂക്ഷിച്ചേ. മതി.